അന്ന് രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന അല്ലേ? ആസിഫ് അല്ലേ? ആസിഫിന്റെ വീട് അവിടെ തന്നെയാണ്? അല്ലല്ല, ഞാൻ കാപ്പുമുല്ലിക്കാരനാണ്. ഏകദേശം ഒരു 1 മണിക്ക് ശേഷമാണ് എനിക്ക് വിളി വന്നത്, ഇത്ര ഇതിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിളിയിൽ നമ്മളതിൻ്റെ വ്യാപ്തി എത്ര ഉണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കിയില്ലായിരുന്നു. നമ്മൾ ചെറു മണ്ണിടിച്ചിൽ അതിൽ വീടുകളിൽ പെട്ടിട്ടുണ്ടെന്ന് സംശയമായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു വാഹനം സംഘടിപ്പിച്ച് ഞങ്ങൾ ചൂർമലയിലെത്തി. പക്ഷേ ചൂർമല എത്തിയ സമയത്ത് അവിടെ ചളി അടിഞ്ഞതുകൊണ്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ എത്തിയ സമയത്ത് പിന്നെ ഒരു JCB വന്ന് ചെറിയ രീതിയിൽ വഴി ഉണ്ടാക്കി തന്നു. പക്ഷേ വഴി എന്നാലും ദുഷ്കരം തന്നെയായിരുന്നു. എന്നാലും അത് കയറി ഞങ്ങൾ മല കയറി കഴിഞ്ഞ് തോട്ടത്തിലെത്തിയ സമയത്ത് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് രണ്ടാമത്തെ പൊട്ടൽ അവിടെ നിന്ന് ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് എൻ്റെ കൂടെ ഏകദേശം ഒരു 8 പേരുണ്ടായിരുന്നു. അതിൽ എല്ലാവരും പേരറിയില്ല. അതിൽ ഫയർഫോഴ്സിൻ്റെ ഒരാളുണ്ടായിരുന്നു, അതുപോലെ നാട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് 2 പേരെ പരിക്കുള്ളവരെ കിട്ടി. അതിൽ ഒരാളെ പരിക്ക് നല്ല ഗുരുതരമായിരുന്നു. അതിൽ ഒരു പ്രായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അതിൽ ഓരെ ഞങ്ങൾ ഫയർഫോഴ്സിനെ അതിൽ ഏൽപ്പിച്ച് ഞങ്ങൾ തിരിച്ച് പിന്നെ മുന്നോട്ടേക്ക് പോവുക ചെയ്തത്. അപ്പോൾ കയ്യിൽ മരം മുറിക്കുന്നൊരു മെഷീൻ ഉണ്ട്. ഞാൻ അത്യാവശ്യം അങ്ങനെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെ അപ്പം മെഷീൻ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഉപകാരമായി. കാരണം സുഖമില്ലാതെ തളർന്നു പോയ 2 പേര് ഒരു വീട്ടിലുണ്ടായിരുന്നു. അത് ആ വീട്ടിൽ മാത്രമല്ല, അവിടുന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് ആ വീട്ടിൽ ഓടി കയറിയതാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവരെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ മരം മുറിക്കുന്ന മെഷീൻ വെച്ചിട്ട് സ്ട്രെച്ചർ ഉണ്ടായി. കാരണം കയ്യിൽ അങ്ങനത്തെ സാമഗ്രികളൊന്നും കയ്യിൽ കരുതിയിട്ടില്ല, നമ്മൾ എത്തുന്നല്ലേ ഉള്ളൂ. അപ്പോൾ 2 സ്ട്രെച്ചർ ഉണ്ടാക്കിയിട്ട് അവരെ ഞങ്ങൾ ഒരു മല കയറ്റി ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകളെയും അപ്പോഴാണ് കൂടെ നമ്മളെ ഫ്രാൻസിസ് ഓരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലെ ഭാഗം എത്തിയപ്പോഴത്തേനും വേറെ വഴി താഴെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മേലെ മല വഴിയാണ് പോയത്, അവർ താഴെ കൂടിയാണ് വന്നത്. ഫ്രാൻസിസ് ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ ഒരു സ്ത്രീ പറഞ്ഞ ആദ്യം എത്തിയത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ അവരെത്തിയത് താഴെ വഴി കൂടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ മല കയറി എത്തിയത്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് എന്താ പറയുക, ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട, നിങ്ങൾ പോയിക്കോന്ന് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളും ആ വീടും തമ്മിൽ കുറഞ്ഞ ദൂരമുള്ളെങ്കിലും നടുക്ക് കൂടിയാണ് ആ പുഴ. ആ സമയം നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വേറെ വഴി പോയി. അവിടുന്ന് ഒരു തെങ്ങ് മുറിച്ച് ഞങ്ങളൊരു വഴി ഉണ്ടാക്കി, കയറുണ്ടായിരുന്നു കയ്യിൽ. തെങ്ങ് മുറിച്ച് വഴി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ അപ്പുറം എത്തുന്നത്. എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഏകദേശം 3 ആളാണ് വഴി ഉണ്ടാക്കി അപ്പുറം എത്തിയത്, ഫസ്റ്റ് എത്തിയത്. അതിൽ പിന്നെ ബാക്കിയുള്ള 8 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെന്തത് ഈ വയ്യാത്ത ആളുകളെയും കിട്ടുന്ന ആളുകളെ നമ്മൾ ഏകദേശം അപ്പുറത്തേക്ക് എത്തിച്ചു. ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 7 മൃതശരീരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് കൊണ്ടുവരാൻ എല്ലാവർക്കും കുറഞ്ഞ ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കണ്ടത് കുറച്ച് എണ്ണം ഞങ്ങൾ ഏകദേശം എത്തിച്ചു. പക്ഷേ വലിയൊരു രീതിയിൽ തെരച്ചിൽ നടത്താൻ വേണ്ടി നമുക്കും കഴിഞ്ഞില്ല. കാരണം അപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇടയ്ക്ക് വെള്ളം കൂടുന്നുണ്ട്, ഇടയ്ക്ക് മണ്ണിടിയുന്നുണ്ട്, ഇടയ്ക്ക് കല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കും എന്നിരുന്നാൽ കൂടിയും അവിടെ ഉള്ള നമ്മളെ ജീവനോടുള്ള ആളുകൾ നേരിട്ട് കാണുകയാണല്ലോ. അവർ ജീവന് വേണ്ടി മരണം മുഖാമുഖം കണ്ട് നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം എന്നുള്ള ഒറ്റൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു. നമ്മളെ ജീവൻ പോയാലും അവരെ ജീവൻ രക്ഷിക്കണം എന്നുള്ളൊരാഗ്രഹം എന്തായാലും മനസ്സിലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, വഴിയുണ്ടാക്കി കയറ് കെട്ടി അവരെ തിരിച്ചിറക്കി. അതായത് പറ്റുന്ന പരമാവധി ആ സമയം കൊണ്ട് ചെയ്തിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷവും അവിടുന്ന് വന്നു. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പ് തന്നെയാണ്, വീട്ടിലേക്ക് പോകാനൊന്നുമില്ല. ഇവിടെ തന്നെയാണ്, 4 ദിവസമുണ്ട്. വീട്ടിലേക്ക് ഇനി ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകില്ല. ഇവിടെ എൻ്റെ കൂടെ ഉള്ളവരും അങ്ങനെ തന്നെയാണ്, ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും അതേപോലെ സഹായിച്ച ആൾക്കാർ തന്നെയാണ്. ആസിഫ് പറയുമ്പോഴേ നമ്മൾ കേൾക്കുന്നവർ പോലും വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഒരു തെങ്ങ് മുറിച്ചു ആ വഴി ഉണ്ടാക്കുന്നത്. ഒരു തെങ്ങ് മുറിക്കാൻ തന്നെ വലിയ പാടുള്ള സമയമാണ്, കഴിയാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ ആ ചെറിയ മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്ര പേരെ ഏകദേശം അന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും? അത് ശരിക്ക് ഒരു വീട്ടിൽ തന്നെ ഏകദേശം 26ഓളം ആളുകൾ ഒരു വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ആദ്യത്തെ വീട്ടിൽ തന്നെ. അത് ആ വീട്ടിലത്തെ മാത്രം ആളല്ല, അവിടുന്ന് ഒരു സേഫായിട്ടുള്ള ഒരു സ്ഥലം തേടി വന്ന ആളുകളാണ്. അപ്പോൾ ഏകദേശം ആ വീട്ടിൽ തന്നെ 26ഓളം ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ ആൾക്കാർക്ക് നടക്കാൻ പ്രശ്നമുള്ളവരുണ്ട്, എന്നാൽ യാതൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അവർ ഒറ്റയ്ക്ക് മേലേക്ക് വിടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ടീമാക്കിയിട്ട് അവിടെയുള്ള നടക്കാൻ കഴിയുന്ന ആൾക്കാരെ സേഫായിട്ട് മേലോട്ടേക്ക് എത്തിച്ചു. അതിന് വഴിയാത്തവരെന്ത് ചെയ്തു, അതേപോലെ സ്ട്രെച്ചർ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിച്ചു. ശരിക്കും എണ്ണൊന്നും ഏകദേശം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഞങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്തോറും ആളുകളിങ്ങനെ തോട്ടത്തിലായിട്ടും വീടുകളിലായിട്ടും കിടക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏകദേശം 2 പേരെ കിട്ടി. അതിൽ ഒരാളുടെ പരിക്ക് നല്ല ഗുരുതരമായിരുന്നു. ആസിഫ് അതിനിടയിൽ അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ക്യാമ്പിലുള്ള ആളുകളെ കാണുമ്പോൾ ആസിഫിന് എന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കഥകൾ ആ രീതിയിൽ കേട്ടിട്ടുണ്ട്? അത് നമ്മളിപ്പോൾ ഈ ക്യാമ്പിൽ ഓരോരുത്തരെയും കാണുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്, ഇന്ന ആൾക്കാരാണ് ഞങ്ങളുടെ അടുത്തേക്ക് ആദ്യം വന്നത്, നിങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മളെ രക്ഷിച്ച മുഖം ഒരിക്കലും ഒരു മറക്കില്ലല്ലോ, അത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ ഇവിടെ ഒരു കടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ കടയിൽ വരുന്ന തന്നെ ഒരുപാട് ആൾക്കാർ എനിക്കിതിൽ പരിചയമുണ്ട്. അതിൽ തന്നെ
അവർ പകുതി വരും ഇതിലില്ല. പക്ഷെ അതിൽ കാണുമ്പോൾ അതിൻ്റേതായ വിഷമമുണ്ട്. കാരണം രണ്ടുപേര് കൂടെ വരുമ്പോൾ അതിൽ ഒരാൾ മാത്രം ഇവിടെ നിൽക്കുകയും ബാക്കിയുള്ളവരില്ലാണ്ട് നിൽക്കുകയും വരുമ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇന്നാളെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാണ്. ഇവിടെ സന്നദ്ധ സേവനം നടന്നല്ല ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ട് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 5 ദിവസമായി ഞങ്ങളുണ്ട്. നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് ഫ്രാൻസിസും ആസിഫിൻ്റെ നേതൃത്വത്തിലാണ് ഏറ്റവും ആദ്യം അവിടെ നമ്മളെ സഖാക്കൾ എത്തുന്നത്. അതുപോലെ തന്നെ ഇവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിന്ന് ഇന്നലെയൊക്കെയായി അവിടെയും വലിയ രൂപത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവിടെ പോയാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളത്. അത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഇവരവിടെ നിന്ന് ആളുകളെ മാറ്റിയിട്ടുള്ളത്. ഇവർ ആ എത്തിയതിന് ശേഷമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പൊട്ടലുണ്ടാകുന്നത്. ആ സമയത്തും ഇവർ രക്ഷപ്പെട്ടതും ഇവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതും വലിയ ഭാഗ്യമാണ്. അത്രയും റിസ്കിൽ നിന്നാണ് അവർ ആ പ്രവർത്തനം ഏറ്റെടുത്തത്. അത് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വളരെ സജീവമായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. കഴിഞ്ഞ 5 ദിവസമായി വീടുകളിൽ പോലും പോകാതെ പൂർണ്ണമായും ഇവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം നടത്തുന്നത്. പാർട്ടി ഓഫീസുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി ഉറക്കമില്ലാതെ പ്രവർത്തിക്കുകയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് വേറൊരു പ്രയാസമില്ല. ഇത്രയും ആളുകൾ ജിതിൻ പേരൊന്ന് പറയോ? പേരെന്താണ്? അതുപോലെ തന്നെ ഈ ഫീൽഡിൽ, അതായത് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ പിന്നീട് പോയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ഈ 7ഓളം ക്യാമ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ ക്യാമ്പുകളിൽ പൂർണ്ണമായും നമ്മൾ വളണ്ടിയർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ നേരിട്ട് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി അത് നമ്മൾ 2 കൗണ്ടറുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുണ്ട്. ആ കൗണ്ടറുകളിൽ ശേഖരിച്ചതിന് ശേഷം അത് ആവശ്യക്കാരിലേക്ക് പൂർണ്ണമായും അവർ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും എന്ത് സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാവരും ഒരുമിച്ചുള്ളൊരു ക്യാമ്പായി മാറുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താ പറയാം? തീർച്ചയായും ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മതിലുകളോ സംഘടനാ ബന്ധങ്ങളുടെ പ്രയാസങ്ങളോ ഒന്നുമില്ല. പൂർണ്ണം എല്ലാ ആളുകളും ഉണ്ട്. എല്ലാ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരും ഉണ്ട്. ഇപ്പം നാളെയാണെങ്കിൽ ഇന്നിപ്പോൾ നേരത്തെ സന്നദ്ധ പ്രവർത്തകരുടെ യോഗം വിളിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ നല്ല രൂപത്തിൽ തന്നെ പ്രവർത്തനം കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത് അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏത് സ്ഥലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വയനാട് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു പ്രവർത്തനം എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പൊതുവെ എല്ലാ സംഘടനകളും ആ രൂപത്തിൽ തന്നെയുണ്ട്. ഡിവൈഎഫ്ഐ പൊതുവെ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടെ ഈ വിഷയങ്ങൾക്കകത്ത് ട്രെയിൻഡ് കിട്ടിയിട്ടുള്ള യൂത്ത് ബ്രിഗേഡിൻ്റെ 100ഓളം വളണ്ടിയർമാർ ഈ വയനാടിനകത്തുണ്ട്. അവർ സജീവമായി തന്നെ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്.